പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ മതമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തി, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം, സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാമേതര മതങ്ങളെ, ഇസ്ലാമല്ലാത്ത മറ്റു പ്രസ്ഥാനങ്ങളെ ആരെങ്കിലും ഒരു മതമായി അംഗീകരിക്കുന്നുവെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. മാത്രമല്ല, ആഖിറത്തിൽ അവൻ പരാജിതനായിരിക്കും. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. പരലോകത്ത് അവൻ പരാജിതൻ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ചവനാണ്. അള്ളാഹുവിൻ്റെ, ഇസ്ലാമിൻ്റെ, ഈമാനിൻ്റെ ആ നൂറ്, ആ പ്രകാശം ലഭിച്ചവരാണ് മുഅ്മിനീങ്ങളായ നമ്മളെല്ലാം. അതിന് സർവശക്തനായ അള്ളാഹുവിനോട് മുഴുസമയവും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുകയും നമ്മോട് വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന് ചെയ്യുന്ന ഒരു നന്ദി. അവൻ നമുക്ക് നൽകിയ അവയവങ്ങളെ കൊണ്ട് അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുന്നു. നമ്മുടെ അവയവങ്ങളെ കൊണ്ട് അവന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചെയ്യുന്ന നന്ദിയാണ്. നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. അവന് തഹ്ലീൽ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, നല്ലത് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ അവൻ്റെ നാവ് കൊണ്ട് ചെയ്യുമ്പോൾ അത് നന്ദിയായിത്തീരുന്നു. അവൻ്റെ നാവ് കൊണ്ട് കളവ് പറയുന്നു, ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, പരദൂഷണം പറയുന്നു, ചീത്ത പറയുന്നു, അസഭ്യം പറയുന്നു. ഇത്തരം പ്രവണതകൾ ചെയ്യുമ്പോൾ ആ നാവ് സൃഷ്ടിച്ച അള്ളാഹുവിന് നന്ദി കേട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും റബ്ബിനോട് നന്ദിയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം സദാസമയവും അവൻ്റെ ചിന്തയിലും അവൻ്റെ അവയവങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുക എന്നതാണ്. അവന് അനിഷ്ടകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. റബ്ബായ സുബ്ഹാനഹു വ തആല നമ്മോട് എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുക. എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അത് മാറി നിൽക്കുക എന്നത് ഒരു വിശ്വാസിക്ക് അനിവാര്യമായ കാര്യമാണ്. മഹാന്മാർ ആ രൂപത്തിൽ ജീവിച്ചവരാണ്. അവരുടെ ജീവിതം പരിശുദ്ധമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ സദാസമയവും റബ്ബിനെ ഓർത്തുകൊണ്ട് അവരുടെ അവയവങ്ങളെ കൊണ്ടും അവരുടെ ഹൃദയങ്ങളെ കൊണ്ടും റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു, അവന് നന്ദി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ നാവുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ സംസാരങ്ങളില്ല. അവർ ഗീബത്ത് പറയുന്നില്ല, നമീമത്ത് പറയുന്നില്ല. കൈകളെ കൊണ്ട് അല്ലാഹുവിന് അനിഷ്ടകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അവരുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്നില്ല. ഈ വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കുക എന്നത് മനുഷ്യന്റെ വിജയത്തിന് അനിവാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരുമ ശിഷ്യരായ സ്വഹാബികളിൽ പ്രമുഖരായ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബുദന്നാസ്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബുദന്നാസ്. നിങ്ങൾ അള്ളാഹു വിലക്കിയ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. അള്ളാഹു എന്തൊക്കെ നമുക്ക് ഹറാമാക്കിയിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. എന്നാൽ തകുൻ അഅ്ബുദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാൻ കഴിയും. നോക്കൂ, ഏറ്റവും വലിയ ഒരു ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും ഉന്നതയിൽപ്പെട്ട ആളുകളാകാനുള്ളൊരു മാനദണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത്. നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കും. അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. അവൻ നമുക്കൊരുപാട് കാര്യങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സുന്നത്തായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ ഹലാലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു വിലക്കിയ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മൾ നിസ്കരിക്കുന്നു,
നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ആ അമലുകളും ആ കർമ്മങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിന് നമുക്ക് അറിവില്ല. അറിയാത്തത് കൊണ്ട് തന്നെ അതിനൊക്കെ കൂലി ലഭിക്കുന്നതാണോ, ആഖിറത്തിൽ അത് വിജയിക്കാൻ ഉതകുന്നതാണോ എന്നും നമുക്കറിയില്ല. എന്നാൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അള്ളാഹുവിന് അനിഷ്ടകരമായ, അവൻ ഹറാമാക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്കൊരു കുറ്റകരമായി, ആഖിറത്തിൽ നമ്മുടെ പരാജയത്തിന് കാരണമാകുന്ന ഒരു കുറ്റമായി, ഒരു ശിക്ഷയായി അതവിടെ നിലനിൽക്കുകയാണ്. ഈ വിധം നമ്മൾ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആഖിറത്തിൽ ശിക്ഷ ലഭിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആഖിറത്തിൽ വിജയം വരിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് വരെ നമുക്കറിയാതെ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഓരോ സമയങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നാം ഒഴിവായി. എത്രത്തോളം നമ്മുടെ അവയവങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് ചിന്തിച്ച്, ഇത് എൻ്റെ ആഖിറത്തിൽ എനിക്ക് ഗുണകരമായിട്ടാണോ ഭവിക്കുന്നത്, അല്ല ദോഷകരമായിട്ടാണോ ഭവിക്കുന്നത് എന്ന് നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ചിന്തിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു കാര്യം എനിക്ക് പറയണം, ആ കാര്യം പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ആഖിറത്തിൽ ഗുണമാണോ ലഭിക്കുന്നത്, അല്ല ആഖിറത്തിൽ അതുകൊണ്ട് എനിക്ക് പരാജയമാണോ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുക. അങ്ങനെ ഗുണകരമായതാണ് എന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമുക്കത് പറയാം. ഉദാഹരണം, ഒരു തസ്ബീഹ് ചെല്ലണമെന്ന് ചിന്തിക്കുമ്പോൾ അതെനിക്ക് ഗുണകരമാണ്, അതുകൊണ്ട് ഞാൻ തസ്ബീഹ് ചൊല്ലുന്നു. ഇനി മറ്റൊരാളെ ചീത്ത പറയലാണ് അല്ലെങ്കിൽ മറ്റൊരാളെ പരിഹസിക്കലാണ് എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് ഉടനെ ഒഴിവാക്കുന്നു. കാരണം ആഖിറത്തിൽ എനിക്ക് പരാജയം സംഭവിക്കാനുള്ള, ശിക്ഷ ലഭിക്കാനുള്ള ഒരു കാരണമാണ് അത്. ഈ വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് എന്തൊക്കെയുണ്ടോ അത് ഓരോ അവയവങ്ങളും, നാവ്, നമ്മുടെ കൈകൾ, കാലുകൾ, നമ്മുടെ മറ്റു അവയവങ്ങൾ, ഈ അവയവങ്ങൾ കൊണ്ടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്തത്, അവന് പൊരുത്തപ്പെടാത്തത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി നമ്മുടെ സൽക്കർമ്മങ്ങളെ നമ്മൾ അധികരിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നവൻ തുക്കുൻ അഅ്ബുദന്നാസ്, അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ഒരാളായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇബാദത്തുകാരനാവാൻ കുറേ നിസ്കരിക്കുകയല്ല, കുറേ നോമ്പെടുക്കുകയല്ല, കുറേ ഹജ്ജ് ചെയ്യുകയല്ല, മറിച്ച് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുകാരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് പറയുമ്പോൾ അമലുകൾ തീരെ ചെയ്യണ്ട എന്നല്ല, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുകയും തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ്. സൽക്കർമ്മങ്ങൾ നമുക്ക് എത്രയാണോ ചെയ്യാൻ കഴിയുക അത്രയും ചെയ്യണം. ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കണം. നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നിസ്കരിക്കണം. അതൊഴിവായി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നിസ്കാരങ്ങളുടെ ന്യൂനതകളും കുറവുകളും പരിഹരിക്കപ്പെടുന്നത് ഇത്തരം റവാത്തിബ് സുന്നത്തുകളെ കൊണ്ടാണ്. നാളെ മഹ്ശറ ലോകത്ത് വെച്ച് ആദ്യമായി അവനോട് വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നിസ്കാരം വിചാരണക്കെടുക്കുമ്പോൾ, ഓരോ നിസ്കാരങ്ങളും പരിശോധിക്കുമ്പോൾ അതിലെ വീഴ്ചകളും കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായി നൽകപ്പെടുന്നത് നമ്മുടെ റവാത്തിബ് സുന്നത്തുകളാണ്. അപ്പോൾ റവാത്തിബ് സുന്നത്തുകൾ സുന്നത്തല്ലേ എന്ന് കരുതി അതിനെ നമ്മൾ അവഗണിച്ചാൽ ആഖിറത്തിൽ അത് വലിയ പരാജയത്തിന് കാരണമാകും. അപ്പം നമ്മുടെ ഫർളായ നിസ്കാരങ്ങൾ കോട്ടം വരുമ്പോൾ, അതിന് വീഴ്ച വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഈ റവാത്തിബ് സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതേപോലെ സ്വതക്കയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം സക്കാത്തിലെ പോരായ്മകളും കുറവുകളും സ്വതക്ക കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ ഫർളായതും സുന്നത്തായതുമായ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുകയും അതോടൊപ്പം പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. കാരണം നമ്മുടെ ശരീരം തെറ്റുകളെ കൊണ്ട് എപ്പോഴും കൽപ്പിക്കുന്ന ശരീരമാണ്. നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്, മറ്റൊന്ന് ശൈത്വാൻ. ഈ രണ്ട് ശത്രുക്കൾ മനുഷ്യനെ തെറ്റിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തെറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ശരീരം അവന് അലസതയും മടിയും തെറ്റിലേക്ക് പോകാനുള്ള ചിന്തയും താല്പര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിശാചും ഇബിലീസും അതിനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ രണ്ട് ശത്രുക്കളെയും മാറ്റി ഈമാനിന്റെ ബലത്തിൽ നന്മയിലേക്ക് മുന്നേറുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഈ രണ്ട് ശത്രുക്കളെയും നീക്കണം. ബുർദയിൽ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തി, നമ്മുടെ ശരീരവും ഇബ്ലീസും പിശാചും അവർ നമ്മുടെ ശത്രുക്കളാ. അവർ നമ്മോട് പറയുന്ന കാര്യം നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ തന്നെയും അവരുടെ ആ ഗുണദോഷിക്കലിൽ നമ്മൾ സംശയം പ്രകടിപ്പിക്കണം. കാരണം ആ പറഞ്ഞത് പിശാചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ശരീരമാണ് പറഞ്ഞ നല്ല കാര്യമാണ് എന്ന് നമുക്ക് തോന്നിയാൽ തന്നെ അതിലൊന്ന് ചിന്തിക്കണം. കാരണം അവർ ഒരിക്കലും നമുക്ക് ഗുണം ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പറഞ്ഞ ഗുണത്തിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അടുത്ത ബുർദയിൽ പറയുന്നത് കാണാം. ചുരുക്കത്തിൽ ഈ പിശാചിനെയും സ്വന്തം ശരീരത്തെയൊക്കെ മാറ്റി തടഞ്ഞു നിർത്തി ഈമാനിന്റെ വെളിച്ചത്തിൽ, ഈമാനിന്റെ ആ ശക്തിയിൽ നന്മയിലേക്ക് മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകണം. അതിന് നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദിക്റുകളെ കൊണ്ടും അതുപോലെ മറ്റു സൽക്കർമ്മങ്ങളെ കൊണ്ടും നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. തഹ്ലീലുകളെ കൊണ്ട്, സ്വലാത്തുകളെ കൊണ്ട് ഈമാൻ മുന്നിൽ വർധനവുണ്ടാകണം. അങ്ങനെ ഈമാൻ എത്രത്തോളം പ്രോജ്വലിക്കുന്നുവോ, എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് തിന്മകളെ തടയാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബുദന്നാസ്, തെറ്റുകളൊക്കെ നീ ഒഴിവാക്കണം, എങ്കിൽ നിങ്ങൾ ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കെത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തിയത് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓഹരി വെച്ച് തന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെടണം. എന്നാൽ തകുൻ അഗ്നന്നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ ഗിന ഉള്ള ആള്, ഐശ്വര്യമുള്ള ആള് നിങ്ങളായിത്തീരും. എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ലോകം സൃഷ്ടിക്കുന്നതും അത് പരിപാലിച്ചു കൊണ്ട് നടക്കുന്നതും എല്ലാം നമ്മുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബാണ് നമുക്ക് ജന്മം നൽകിയത്, നമ്മെപ്പോലെ കോടാനുകോടി ആളുകൾക്ക് ജന്മം നൽകിയത്. ജീവനുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കൾക്ക് ഇവിടെ അല്ലാഹു തആല ജന്മം നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം വേണ്ടുന്ന സമയം, വേണ്ടുന്ന അളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ അവിടെ ചില പൊറുതികേടുകൾ കാണിക്കുന്നുണ്ട്. വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തീരുമാനിച്ചതിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഇവിടെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് എനിക്ക് അല്ലാഹു തആല നൽകിയത്? അത് അല്ലാഹു തആലയുടെ തീരുമാനമാണ്, അത് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അല്ലാഹു ചെയ്തതാണ് എന്ന് വെച്ച് നമ്മൾ അതിനെ അംഗീകരിക്കണം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് നമ്മുടെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളിങ്ങനെ വേവലാതിപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ പൊറുതികേട് കാണിച്ചത് കൊണ്ടോ അത് മാറൂല. മറിച്ച് അതിന് ചികിത്സിക്കണം. രോഗങ്ങളാണെങ്കിൽ ചികിത്സിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെതായ പോം വഴികൾ അതിന് കണ്ടെത്തുന്നതോടൊപ്പം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കണക്കാക്കിയതാണ്, എനിക്ക് അല്ലാഹു തആല തീരുമാനിച്ചതാണ് എന്ന ഒരു ചിന്തയും എന്നൊരു ബോധവും നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യമുള്ള ഒരാളായി നമുക്ക് മാറാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ടാവും, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടാവും. ഈ കൂട്ടത്തിൽ വിവാഹിതരായി ഒരുപാട് വർഷക്കാലമായിട്ടും മക്കളെ ലഭിക്കാതെ പരീക്ഷിക്കപ്പെട്ടവരുണ്ടാവും. ഉള്ള മക്കളിൽ തന്നെ രോഗങ്ങൾ നൽകി പരീക്ഷിക്കപ്പെട്ടവരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, പല ആളുകൾക്കും പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിനെ സ്വമേധയ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം ഒരു വിശ്വാസം. അങ്ങനെയാകുമ്പോൾ അവന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അവന് പ്രയാസങ്ങളായി അവന് തോന്നുകയില്ല. ആ പ്രയാസങ്ങൾക്കൊക്കെ മീതെ എനിക്കെൻ്റെ റബ്ബുണ്ടെന്ന ഒരു ആശ്വാസം, എനിക്കെൻ്റെ റബ്ബായ അല്ലാഹു ഉണ്ട് എന്നുള്ളൊരു സമാധാനം അവന് ലഭിക്കുക വഴി അവൻ ഏറ്റവും വലിയ ഐശ്വര്യവാനായി മാറും. ഐശ്വര്യം എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക ഭദ്രത മാത്രമല്ല, മറിച്ച് മനസ്സിന് ലഭിക്കുന്ന ആ ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. ആ സന്തോഷം എപ്പോഴാണ് കിട്ടുക?
ഇവിടെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലേ, പിന്നെ എങ്ങനെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം സമാധാനം കിട്ടും? ഇതൊരു ചോദ്യയുടെ പ്രസക്ത. ഈ രോഗവും ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്ന അള്ളാഹു അവൻ ഇതിനെ മാറ്റാനും കഴിവുള്ളവനാണ്. അപ്പൊ ചികിത്സിക്കുന്നത് വഴി, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് വഴി അത് മാറിക്കിട്ടും എന്നൊരു പ്രതീക്ഷ ഇവനുണ്ട്. അതിനൊക്കെ പുറമെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആഖിറത്തിൽ അവന് ഒരു വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള കാരണമാണ് എന്നതുകൂടെ വായിക്കുമ്പോഴാണ് ഈ സമാധാനത്തിന്റെ ആ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അജബല്ലി അംറിൽ മുഅ്മിനി, ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. എന്തേ അത്ഭുതപ്പെടാൻ? അവനെന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വന്നാൽ സബറ, അവന് ക്ഷമിക്കും. ഒരു വിശ്വാസി അവനെന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കുക. ഇനി വലിയ സന്തോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് വലിയൊരു റാഹത്ത് കിട്ടി, അവന് വലിയൊരു സന്തോഷം കിട്ടി, അവന് ഒരു കാത്തിരുന്ന് ഒരു കുഞ്ഞിനെ ലഭിച്ചു, അവന്റെ പ്രയാസപ്പെട്ടൊരു രോഗം അത് മാറിക്കിട്ടി, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ടെങ്കിൽ ശക്കറ, അവൻ ശുക്ർ ചെയ്യും. ഇത് രണ്ടും, ഈ ക്ഷമയും ഈ നന്ദി ചെയ്യലും ശുക്ർ ചെയ്യലും അവന് ആഖിറത്തിൽ കൂലി ലഭിക്കാനുള്ള വലിയൊരു രണ്ട് കാരണങ്ങളാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. ക്ഷമ ഈമാനിന്റെ പാതിയാണെന്ന് പറഞ്ഞത് ഹബീബായ തങ്ങളാണ്. അപ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ ക്ഷമിച്ചുകൊണ്ട് എനിക്കെൻ്റെ റബ്ബുണ്ട്, ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ, ആ അടിമയിൽ ഉടമയായ അള്ളാഹുവിന് എന്തും ചെയ്യാം, എനിക്ക് വേവലാതികളില്ല, എനിക്ക് പരാതികളില്ല, ഞാനത് ക്ഷമിക്കുകയാണ്, അതുമൂലം എനിക്ക് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ അവന്റെ മനസ്സിന് സമാധാനം വരുന്നു. കേവലം ഇതൊക്കെ സഹിച്ച് ഇവിടെ മണ്ണോട് അടിഞ്ഞു ചേർന്നാൽ പിന്നെ ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രയാസമാണ്. പക്ഷേ മുസ്ലിമിന് അങ്ങനെയല്ല. വിശ്വാസിക്ക് അവൻ ഈ പ്രയാസങ്ങളെയൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതുപോലെ അവന് വലിയ സന്തോഷങ്ങൾ ലഭിച്ചാൽ ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക എന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾക്കൊരു നന്മ ചെയ്തു കൊടുത്താൽ സ്വാഭാവികമായും നമ്മൾ അങ്ങോട്ട് തിരിച്ച് നന്ദി ചെയ്യണ്ടേ? ആ നന്ദി ചെയ്യാൻ ഏറ്റവും കടമപ്പെട്ടവർ നമ്മളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നമ്മൾ നന്ദി ചെയ്യേണ്ടത്. കാരണം അവൻ നമ്മെ ജീവിപ്പിക്കുന്നു, നമുക്ക് ഈമാൻ നൽകുന്നു, നമുക്ക് ആരോഗ്യം നൽകുന്നു, നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നമുക്ക് പലവിധ സന്തോഷങ്ങളും സമാധാനവും ലഭിക്കുമ്പോൾ നമ്മൾ ശുക്ർ ചെയ്യുക വഴി അതും ആഖിറത്തിൽ നമുക്ക് വലിയ പ്രതിഫലമായി ലഭിക്കുകയാണ്. അതാ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹു നമുക്ക് എന്ത് തീരുമാനിച്ചാലും, സന്തോഷമാവട്ടെ പ്രയാസങ്ങളാവട്ടെ, എന്ത് തീരുമാനിച്ചാലും അത് മനസ്സറിഞ്ഞ് ആണ് സ്വീകരിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോവുക. എന്നാൽ തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യവാനാവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നത്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, വഅഹ്സിൻ ഇലാ ജാരിക്, നിങ്ങളുടെ അയൽവാസിക്ക് നിങ്ങൾ ഗുണം ചെയ്യുക, എങ്കിൽ തകുൻ മുസ്ലിമ, നിങ്ങൾക്ക് മുസ്ലിമാകാൻ സാധിക്കും. അയൽവാസിക്ക് ഗുണം ചെയ്യണം, അയൽവാസിക്ക് ഗുണം ചെയ്യണം. ഇന്ന് അയൽപക്ക ബന്ധങ്ങളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, തൻ്റെ അയൽവാസി ആരാണെന്നോ അവരുടെ സാഹചര്യം എന്താണെന്നോ ഒന്നും അറിയാതെ നമ്മളും നമ്മുടെ കുടുംബവും വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ആരാരും അറിയാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, ഉമ്മമാരുണ്ടാവും, ഉപ്പമാര്, ഇവരുടെയൊക്കെ പഴയകാല ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. എത്രമാത്രം സുന്ദരമായിരുന്നു നമ്മുടെ അയൽപക്ക ബന്ധം, നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള നമ്മുടെ ആ സാഹചര്യവും നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവങ്ങളും എന്തെല്ലാം സന്തോഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. പരസ്പരം കൊണ്ടും കൊടുത്തും ഇല്ലായ്മകൾ പരിഹരിച്ചും ഉള്ളതുകൊണ്ട് പരസ്പരം പങ്കിട്ടെടുത്തും ജീവിച്ചിരുന്നൊരു സുന്ദരമായൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പുതിയ തലമുറക്ക് അതത്ര പരിചയം ഇല്ല, അവരാ മേഖലകളിൽ അല്ല. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പാഠം നാം വായിക്കേണ്ടത്. വഅഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യണം. അയൽവാസിക്ക് ഗുണം ചെയ്യണമെന്ന് പറയുമ്പോൾ അയൽവാസിക്ക് എന്താണോ വേണ്ടത് അവനെ നമ്മുടെ ഒരു കുടുംബക്കാരനായി നമ്മൾ കാണണം. മറ്റൊരു
ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാം, മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാരി ഹത്താ വനന്തു അന്നഹു സയവരിസുഹു. മുത്തനബി പറയാണ്, മാസാല ജിബ്രീലു യൂസിനി, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത്? ബിൽ ജാരി, അയൽവാസിയെ സംബന്ധിച്ച്, അയൽവാസിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഗുണങ്ങളെ സംബന്ധിച്ച്, അയൽവാസികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഒരുപാടിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എത്രത്തോളം? ഹത്താ വനന്തു അന്നഹു സയവരിസുഹു, അല്ലേ? ആ അയൽവാസി അനന്തരമെടുക്കുമെന്ന് ഞാൻ ഭാവിച്ചു പോയി എന്ന് പറഞ്ഞാൽ, ഒരു അയൽവാസി മരിച്ചാൽ, ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ സ്വത്ത് തൻ്റെ മക്കളും മറ്റുള്ളവരും ഒക്കെ അനന്തര സ്വത്തായിട്ട് എടുക്കുമല്ലോ. ആ അനന്തര സ്വത്ത് എടുക്കുന്ന കൂട്ടത്തിൽ അയൽവാസികൾക്ക് ഒരു ഓഹരി കൊടുക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോകുമോ എന്ന് വരെ ഞാൻ ധരിച്ചു. നോക്കൂ നിങ്ങൾ, അയൽവാസികളുമായി ഉള്ള ബന്ധത്തിൻ്റെ ആ ആഴമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അയൽവാസികൾ പല രൂപത്തിലുണ്ട്. അയൽവാസി എന്നുള്ള ആ ഒരു ബന്ധം ആരായാലും ഒഴിവായി പോകുന്നില്ല. നമ്മുടെ കുടുംബക്കാരായ അയൽവാസികൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരൻ തന്നെയാണ്, ഒരു അയൽവാസിയാണ്. ഏറ്റവും അടുത്ത അയൽവാസി എന്ന് പറയുമ്പോൾ കുടുംബമാണ്, നമ്മുടെ അയൽവാസിയാണ്, അവൻ മുഅ്മിനുമാണ്. ഈ 3 തലത്തിൽ അവന് സ്ഥാനമുണ്ട്. അതേപോലെ കുടുംബക്കാരനല്ലാത്ത അയൽവാസി, അതുപോലെ മുഅ്മിനല്ലാത്ത അയൽവാസി, ഇവർക്കൊക്കെ അയൽവാസി എന്നുള്ള ആ ബന്ധം പരിഗണിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊഴിഞ്ഞു പോകാൻ പാടില്ല. ഇന്ന് നമ്മുടെ അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളാണ്, കലഹങ്ങളാണ്, പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. ഇതൊന്നും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പരമാവധി അയൽവാസികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും കഴിഞ്ഞുകൂടുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക, ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. ഈ രൂപത്തിൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധം സുദൃഢമാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ആരാണ് അയൽവാസി? നമ്മുടെ വീടിൻ്റെ 4 ഭാഗത്തേക്കും 40 വീടുകൾ അയൽവാസികളാണ്. നമ്മുടെ വീടിൻ്റെ 4 ഭാഗത്തേക്കുമുള്ള 40 വീടുകളും അയൽവാസികളാണ്. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ളവർ മാത്രമല്ല, 40 വീടപ്പുറത്തുള്ളതും നമ്മുടെ 40ാമത്തെ വീട്ടുകാരും നമ്മുടെ അയൽവാസികളാണ്. ആ രൂപത്തിൽ വിശാലമായി നമ്മുടെ സ്നേഹബന്ധം പരക്കണം. അവരോടൊക്കെ നമുക്കൊരു അയൽവാസി എന്നുള്ള ആ ഒരു സ്ഥാനവും ബഹുമാനവും അവർക്കൊക്കെ ലഭിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനമുള്ളത്. ആ രൂപത്തിൽ അയൽവാസികൾ തമ്മിൽ പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുള്ളവർ, ഇവരൊക്കെ ഈ അധ്യാപനങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ആ പിഴവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധമായി റമദാനിൻ്റെ പവിത്രമായി ദിനങ്ങൾ മുതലെടുത്തുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മാറി അവരോടെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിച്ച് നല്ല ഒരു ഹൃദയത്തിൻ്റെ വക്താക്കളായി നാം എല്ലാം മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അവൻ്റെ അയൽവാസിക്ക് ഗുണം ചെയ്യണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളുടെ കടമ അവൻ്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുക എന്നതാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അയൽവാസിയോടുള്ള ബന്ധം അത്രയും സുദൃഢമാണ്, അത്രയും വ്യാപകമാണ്. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാൻ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് തൻ്റെ മജൂസിയായ ഒരു അയൽവാസി അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലം ഒഴുകി വരാറുണ്ടായിരുന്നു. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് തൻ്റെ അയൽവാസിയുടെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലം ഒഴുകി വരുന്നു. ഇത് വർഷങ്ങളോളം വന്നു. ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഈ അയൽവാസിയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സഹ്ൽ റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നു. ആ സമയത്ത് തൻ്റെ അയൽവാസിയെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ ടോയ്ലറ്റിൽ നിന്ന് വർഷങ്ങളായി മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മുറ്റത്തേക്ക്. ഞാനിതുവരെ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അയൽവാസി പറയുകയാണ്, എന്തുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ല?
അങ്ങനെ ഒരു പ്രയാസം എന്തുകൊണ്ട് എന്നെ സൂചിപ്പിച്ചില്ല? ആ സമയത്ത് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. അതെന്താ? ഞാനത് നിങ്ങളോട് പറയുന്ന പക്ഷം നിങ്ങൾക്ക് പ്രയാസമാകും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ ബുദ്ധിമുട്ടായാൽ നിങ്ങൾ എൻ്റെ അയൽവാസിയാണ്. എന്നെക്കൊണ്ട് എൻ്റെ ഒരു അയൽവാസിക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവൻ വിശ്വാസിയല്ല എന്ന്, വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരിയുടെ ആ ഒരു പാഠം, ഈ ഒരു ചരിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും തറക്കേണ്ടതുണ്ട്. കേവലം ഒരു വലിയൊരു പ്രയാസം നേരിട്ടിട്ട് പോലും എൻ്റെ അയൽവാസി അതൊന്ന് ഓർമ്മപ്പെടുത്തി അത് പരിഹരിക്കുന്നില്ല. പിന്നെ ആ മജൂസിയായ മനുഷ്യൻ ചോദിക്കുന്നു, അയൽവാസി ചോദിക്കുന്നു, പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞത്? അതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണമുണ്ട്. ഇതുവരെ എനിക്കതൊരു പ്രശ്നമല്ല. ഇനി എൻ്റെ കാലശേഷം ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ രൂപത്തിലായിരിക്കില്ല നിങ്ങളോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. എത്രമാത്രം സുന്ദരമായ ആദർശമാണ്, ആശയമാണ് ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ അയൽവാസികളോടുള്ള ബഹുമാനത്തിലും ആദരവിലും അവരോടുള്ള പെരുമാറ്റങ്ങളിലും സമീപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വന്നേ പറ്റൂ. എങ്കിലാണ് നമ്മുടെ ഈ സുദൃബന്ധം, അയൽപക്ക ബന്ധം പഴയ ആ രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് അയൽവാസി, തൊട്ട അയൽവാസി, അയാളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അവരുടെ മക്കളുടെ അവസ്ഥ എന്താണ്, ഇതൊന്നും തൊട്ടിപ്പുറത്തിരിക്കുന്ന അയൽവാസിക്ക് അറിയുന്നില്ല. പത്രങ്ങളിൽ നമ്മൾ വായിച്ചു, അയൽവാസി മരിച്ചതുപോലും അറിഞ്ഞിട്ടില്ല. ദിവസങ്ങളായി കാണാതിരുന്നപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് എന്ന് കുറച്ചു മുമ്പ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. ഈ രൂപത്തിലാവാൻ പാടില്ല. നല്ല ബന്ധമുള്ളവരായിരിക്കണം. അത് നമ്മുടെ മതം അംഗീകരിക്കുന്നവരാണെങ്കിലും അംഗീകരിക്കാത്തവരോടാണെങ്കിലും നമ്മൾ ആ അയൽവാസി എന്നുള്ള ആ ബന്ധം കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പുന്നാര ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത്, അത് ജനങ്ങൾക്കും നിങ്ങൾ താല്പര്യപ്പെടണം. എനിക്കെന്താണ് ഇഷ്ടം? എനിക്ക് നല്ലൊരു ഭക്ഷണം കിട്ടാൻ താല്പര്യമുണ്ടോ? എങ്കിൽ അത് ജനങ്ങൾക്കും ആ ഭക്ഷണം കിട്ടണം എന്നുള്ളൊരു താല്പര്യം. എനിക്ക് നല്ലൊരു ഉഷാറായി ജീവിക്കണം, സാമ്പത്തികമായ ഭദ്രതയിലും മറ്റുള്ള എല്ലാ മേഖലകളിലും എനിക്ക് ഉഷാറാവണം എന്ന് എനിക്ക് എൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം പോരാ, മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവണം. എൻ്റെ ബിസിനസ് ഉഷാറാവണം എന്നല്ല താല്പര്യപ്പെടേണ്ടത്, ഞങ്ങളുടെ എല്ലാവരുടെയും ബിസിനസ് ഉഷാറാവണം. എൻ്റെത് ഉഷാറാവണം, മറ്റുള്ളവന്ന് തകരണം. ഈ ഒരു മൈൻഡ് മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. എനിക്കെന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. അത് മുസ്ലിമിൻ്റെ വലിയ സ്വഭാവമാണ്. മറ്റുള്ളവരൊക്കെ തകർന്നു പോകണം, അവർ ഇല്ലാതെയായി പോകണം, അവരുടെ എല്ലാ സംരംഭങ്ങളും നശിക്കണം, അവൻ്റെ കൃഷി നശിക്കണം, അവൻ്റെ കുടുംബം നശിക്കണം. ഇങ്ങനെയല്ല ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. മറിച്ച് അൽഹംദുലില്ലാ എനിക്കും എല്ലാവർക്കും ഇതേപോലെ ഉഷാറാവണം. അതിനുവേണ്ടിയായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, അതിനുവേണ്ടിയായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ. ആ രൂപത്തിലാണ് ഒരു വിശ്വാസിയാവേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. അഞ്ചാമതായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തി, വലാ തുക്സിരിൽ ലഹ്കാ വഇന്ന കസ്റത്തൽ ലഹ്കി തുമീതുൽ ഖൽബ്. നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത്, കാരണം പൊട്ടിച്ചിരി അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഹൃദയം മരിക്കാൻ കാരണം, ഹൃദയ വിശാലത ലഭിക്കാതിരിക്കാൻ, ഈ ഈമാനിൻ്റെ പ്രകാശം കുറയാൻ കാരണം ഈ പൊട്ടിച്ചിരിയാണ്. പൊട്ടിച്ചിരിക്കാൻ പാടില്ല, പുഞ്ചിരിക്കണം. പുഞ്ചിരി നല്ലതാന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതിന് പോലും പ്രതിഫലം നൽകുന്ന, കൂലി നൽകുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. എത്രമാത്രം സൗന്ദര്യമാണ് ഇസ്ലാം. പക്ഷേ ഇസ്ലാം പൊട്ടിച്ചിരിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല അത് ഒരു പൊട്ടനാവാനുള്ള ഒരു കാരണമായിട്ടും മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പൊട്ടിച്ചിരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചിരിക്കാനുള്ള വലിയ തമാശകളൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു രൂപം നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ പൊട്ടിച്ചിരിയെ ഒഴിവാക്കി പുഞ്ചിരിക്കുന്ന ഒരു രൂപത്തിലേക്ക്, പുഞ്ചിരി ധർമ്മമാണ്, ആ ഒരു രൂപത്തിലേക്ക്. അതിന് മതപരമായും ഗുണങ്ങളുണ്ട്, ആരോഗ്യപരമായും പുഞ്ചിരിക്ക് ഗുണങ്ങളുണ്ട്. ഒരു പുഞ്ചിരിക്കുന്നതിലൂടെ അവൻ്റെ ഒരുപാട് പേശികൾ വർക്കൗട്ട് ആവുകയാണ്. അപ്പോൾ അവൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതിനപ്പുറം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാനും അത് കാരണമാണ്. ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു പുഞ്ചിരികളായിരിക്കാം
വലിയ വലിയ പ്രയാസങ്ങൾക്ക് പരിഹാരം. അല്ലേ? നമ്മോട് പ്രയാസപ്പെട്ട് ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അവനോടൊന്ന് പുഞ്ചിരിച്ചു കൊടുത്താൽ തന്നെ ഒരു വലിയ സന്തോഷമായിരിക്കും. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ 5 ഓർമ്മപ്പെടുത്തലുകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ 2-ാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10 അവസാന ഭാഗമാണ്. മഗ്ഫിറത്ത് ചോദിക്കേണ്ട, കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ചോദിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് റബ്ബിനോട് മഗ്ഫിറത്ത് തേടേണ്ട അവസാനമായ സമയമാണ്. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, അവിടുത്തെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തു ലുക്മാൻ. തൻ്റെ മകനോടുള്ള ഉപദേശങ്ങളാണ് ആ സൂറത്തിൽ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ, മകന് നൽകിയ ഉപദേശങ്ങൾ നമുക്ക് പല ഗ്രന്ഥങ്ങളിലും മറ്റും കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. യാ ബുനയ്യ അക്സിർ മിൻ ഖൗലി റബ്ബിഗ്ഫിർലി ഫഇന്ന ലില്ലാഹി സാഅതൻ ലാ യുറദ്ദു ഫീഹാ സായിലുൻ. യാ ബുനയ്യ, നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ അധ്യാപനങ്ങൾ, തൻ്റെ മകനോട് ചെയ്ത ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങളുടെ രൂപം എല്ലാ ഉപദേശങ്ങളിലും യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. മക്കളെ ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല അവരോട് അഭിസംബോധന ചെയ്യേണ്ടത്. യാ ബുനയ്യ, വളരെ സ്നേഹത്തോടെ സൗമ്യ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞുമോനെ. അക്സിർ മിൻ ഖൗലി റബ്ബിഗ്ഫിർലി, റബ്ബിഗ്ഫിർലി എന്ന വാക്ക് നീ ധാരാളം ചൊല്ലണം. കാരണം ഫഇന്ന ലില്ലാഹി സാഅതൻ, അല്ലാഹുവിനൊരു സമയമുണ്ട്, ലാ യുറദ്ദു ഫീഹാ സായിൽ, ആ സമയത്ത് ആരെന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. ആ സമയത്തെ ചോദ്യത്തെ തള്ളപ്പെടുകയില്ല. നോക്കൂ, നമുക്ക് ദോഷങ്ങൾ പൊറുക്കണം. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് പൊറുക്കണം. അതിന് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. ആ മടങ്ങാൻ ഏറ്റവും നല്ലത് ഇസ്തിഗ്ഫാർ ചൊല്ലണം. റബ്ബിഗ്ഫിർലി, 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 അല്ലാഹുവേ, എൻ്റെ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഗതകാലത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും മനസ്സിൽ വെച്ച് റബ്ബിനോട് കേണപേക്ഷിച്ചുകൊണ്ട് അവനോട് പൊറുക്കലിനെ തേടി മടങ്ങാനുള്ള സമയങ്ങളാണ്. ഈ സമയം നമ്മൾ നശിപ്പിച്ചാൽ, ഈ സമയത്ത് നമുക്ക് മുതലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ സമയത്ത് പുറത്തിറങ്ങി വല്ല ഷോപ്പിങ്ങിലും മറ്റും നമ്മുടെ സമയങ്ങളെ നമ്മൾ തുലച്ചുവെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ അടിപതറും. റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് മറുപടിയില്ലാവില്ല. അവൻ്റെ മുമ്പിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക്, അവൻ്റെ ഹിസാബുകൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട, ഈ വാല്യുബിളായ ഈ സമയങ്ങളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി നാം മടങ്ങേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ഉപദേശം, നിങ്ങൾ റബ്ബിഗ്ഫിർലി എന്നുള്ള ദുആ അധികരിപ്പിക്കണം. കാരണം അള്ളാഹുവിനൊരു സമയമുണ്ട്. ആ സമയത്ത് ആരെങ്കിലും റബ്ബിഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുന്ന സമയത്തോട് നമ്മുടെ റബ്ബിഗ്ഫിർലി ഒത്തുവന്നാൽ നമ്മുടെ ദോഷങ്ങൾ അത്രയും പൊറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ദോഷങ്ങളൊക്കെ പൊറുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓ മുഅ്മിനീങ്ങളെ, മറ്റൊരു ഉപദേശം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുഅഖിരി തൗബത ഫഇന്നൽ മൗത യഅതി ബഗ്ത. അടിവരയിട്ടുകൊണ്ട് നാം മനസ്സിലാക്കണം, ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മറ്റൊരു ഉപദേശം കൊടുക്കണം. യാ ബുനയ്യ, എൻ്റെ മോനെ, ലാ തുഅഖിരി തൗബ, ഈ തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ, കുറ്റങ്ങൾ ഉള്ളവരാണ് നമ്മൾ, കുറവുകളുള്ളവരാണ് നമ്മൾ. ഈ കുറവിൽ നിന്നും, ഈ കുറ്റങ്ങളിൽ നിന്നും, പോരായ്മകളിൽ നിന്നുമൊക്കെ മാറി റബ്ബിലേക്കൊന്ന് കൈ ഉയർത്തി ഇരു കണ്ണിലൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ഖേദിച്ചു മടങ്ങാനുള്ള സമയമാണിത്. ഈ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഈ സമയം നമ്മൾ കളിച്ചുകൊണ്ടും രസിച്ചുകൊണ്ടും ഇല്ലാതെയാക്കി പോയാൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലുക്മാൻ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത്, ലാ തുഅഖിരി തൗബ, തൗബയെ പിന്തിപ്പിക്കരുത്. തെറ്റ് ചെയ്തവൻ ഉടനടി തൗബ ചെയ്യണം. തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല. നാളെയാവാം, മറ്റന്നാളാവാം, ഇല്ലെങ്കിൽ റമദാനിൻ്റെ അവസാന 10-ലാവാം, 27-ാം രാവിലാകാം, പാടില്ല. എപ്പോഴാണോ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റ് ചെയ്ത് ഉടനെ തന്നെ, എന്ന് വെച്ചാൽ തെറ്റ് മനഃപൂർവ്വം ചെയ്യലല്ല,
അവിചാരിതമായി സന്ദർഭത്തിന് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മളിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയാൽ ആ സംഭവിച്ച ഉടനെ തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം, തൗബ ചെയ്യണം. കാരണം മരണം അത് പെട്ടെന്നാ വരിക. മരണം എപ്പോഴാണ് വരിക നമുക്ക് പറയാൻ കഴിയില്ല. മരണം എപ്പോഴും വരാം. അതിന് രോഗമോ വാർദ്ധക്യമോ പ്രയാസങ്ങളോ പട്ടിണിയോ എന്ന കാരണങ്ങളില്ല. ഏതവസരത്തിലും ഏത് പണമുള്ളവൻ്റെ അടുക്കലും പാവപ്പെട്ടവൻ്റെ അടുക്കലും അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ അടുക്കലും അല്ലാത്തവൻ്റെ അടുക്കലും രോഗിയുടെ അടുക്കലും അല്ലാത്തവൻ്റെ അടുക്കലും മരണം എപ്പോഴും വരാം. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് മുഖങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരാം. എത്രയോ വർഷങ്ങളായി രോഗത്തിൽ കടന്ന് പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ടാവും. ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടവരുണ്ടാകാം. ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ നമ്മുടെ വയസ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ആ വയസ്സിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഓരോ സെക്കൻഡുകളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗം കേൾക്കാൻ നിന്ന സമയത്തുള്ള ആയുസ് നമുക്ക് ഇപ്പോൾ ഇല്ല. മരണത്തിലേക്ക് അടുത്തടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു. അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു വെച്ച ആ ഡേറ്റിലേക്ക് നമ്മൾ അടുക്കുന്നു, നമ്മൾ മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് മരണം എപ്പോഴാണ് വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തൗബയെ പിന്തിക്കാൻ ഒരു കാരണവും ഇല്ല. ഇപ്പോൾ ചെയ്ത തെറ്റിന് ഇപ്പോൾ തന്നെ തൗബ ചെയ്ത് അതിനെ പൊറുപ്പിക്കാനുള്ള എല്ലാ പണികളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതാണ് ഈ മഗ്ഫിറത്തിൻ്റെ 10 നാം ചിന്തിക്കേണ്ടത്. അതാണ് അടുത്ത എഴുത്തുക്കും മിനന്നാറിൻ്റെ 10 നാം ചിന്തിക്കേണ്ടത്. ഞാൻ ചെയ്തു പോയ തെറ്റുകളും കുറവുകളും റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ റബ്ബിനോടൊന്ന് പൊറുക്കലിനെ വാങ്ങി ആ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. തൗബ ചെയ്യാതെ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് മുക്തമാകാതെ പരിശുദ്ധമായ റമളാൻ നമ്മോട് യാത്ര പറഞ്ഞാൽ ശഅബാനിൻ്റെ അവസാന സമയങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് 3 ആമീൻ പറഞ്ഞിട്ടുണ്ട്. ആമീൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്തതാണ്. അതിലൊരു ദുആ പരിശുദ്ധമായ റമളാൻ എത്തി. ആ റമളാൻ 30 ഇല്ലെങ്കിൽ 29 കഴിഞ്ഞുപോയി. പക്ഷേ ആ റമളാനിൽ അവൻ്റെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ അവന് സാധിച്ചിട്ടില്ല. അവന് അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ടാവട്ടെ, ശാപമുണ്ടാവട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. അപ്പോൾ ദോഷങ്ങൾ പൊറുക്കാതെ, കുറ്റങ്ങൾ പൊറുക്കാതെ, തൗബ ചെയ്യാൻ അവസരമില്ലാതെ, നമ്മുടെ ഇസ്തിഗ്ഫാറിന് അവസരം കിട്ടാതെ ഈ റമളാൻ അങ്ങ് കഴിഞ്ഞു പോയാൽ നാളെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ പവിത്രമായ സമയങ്ങളും ഈ പവിത്രമായ സന്ദർഭങ്ങളും നാം നഷ്ടപ്പെടുത്തിക്കൂടാ. ഒരിക്കലും ഈ സമയങ്ങൾ നമ്മൾ വൃഥാവിലായി കളഞ്ഞുകൂടാ. കളിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും കിടന്നുറങ്ങിക്കൊണ്ടും ഈ പരിശുദ്ധമായ സമയങ്ങളെ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇനി കേവലം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്ത്, റവാത്തിബുകൾ നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച്, ളുഹാ നിസ്കരിച്ച്, തറാവീഹ് നിസ്കരിച്ച്, ദാനധർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന അമലുകളുമായി ബന്ധപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.